പക്ഷേ ഇപ്പോഴൊരു മെസ്സേജ്, ഒരു ആശാ വർക്കർ അയച്ച മെസ്സേജാണ്. ഞാൻ ആശാ വർക്കറാണ്, 3000+3000 ഇൻസെൻറ്റീവ് ഇല്ല, ഫിക്സഡ് 3000 മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള 3000-ൽ 1000 കിട്ടിയാൽ കിട്ടി. കാരണം ഇൻസെൻറ്റീവ് ക്രൈറ്റീരിയ എന്നാണ്, അതിന് കുറേയേറെ വ്യവസ്ഥകളുണ്ടല്ലോ. ഇത് ശരിയാണല്ലോ അല്ലേ ശ്രീ? ശരിയാണ്, ബിന്ദുവിന് അത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ബിന്ദു, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണോ ആരോഗ്യമന്ത്രിയൊക്കെ ഈ പറയുന്നത്? നിങ്ങൾക്ക് 13,000 രൂപ കിട്ടുമെന്നാണ് പ്രചാരണം, അതിൽ 9,400 ഉറപ്പാണ്, അത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് കിട്ടുന്നതാണ് എന്നും. ഇങ്ങനെയാണോ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? പറയുന്നത് കുറേ സത്യവും കുറേ കള്ളവുമാണ് സാർ. എന്ന് വെച്ചാൽ ഒരു വാർഡിൽ ഒരു ആശാ വർക്കർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് കുറച്ച് ഈ ഇഞ്ചക്ഷനൊക്കെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെയായിരുന്നാലും ഒരു 12 രൂപയൊക്കെ ചിലവർ വാങ്ങുന്നവരുണ്ട്. അതും ഈ ക്രൈറ്റീരിയകൾ മൊത്തം ചെയ്തു വന്ന, അല്ലാതെ ഈ പറയുന്നതൊന്നും വാസ്തവമല്ല. നമുക്കറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഞങ്ങൾ സമരം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഡം, ഞാനൊരു കാര്യം പറയാം, ഈ സമരം എത്രത്തോളം നീണ്ടു പോകുമ്പോൾ ഞങ്ങൾ ഫീൽഡ് തലത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആ ജനങ്ങളുടെ മനസ്സും പൾസും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ എത്രത്തോളം ഈ സമരപന്തലിൽ ഇരുത്തുമോ അത്രത്തോളം നിങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സത്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് ഒരുപാട് പറയാനുള്ളത്. നിങ്ങൾ സ്വയം അങ്ങ് താഴരുത്. ഞങ്ങളെ ഈ ഏത് രീതിയിലാണ് ഞങ്ങളെ സെറ്റിൽ ചെയ്യാൻ പറ്റും അത്ര രീതിയിൽ എത്രയും വേഗം ഞങ്ങളെ സെറ്റിൽ ചെയ്തു വിടൂ. എന്തേലും ഒരു ചർച്ചയ്ക്ക് വരൂ, എന്താണേലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ഇത്രയും ദിവസം ഇരുന്ന് എണീറ്റ് പോകും, ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം മതിയായി എന്ന് ഇറങ്ങി പോകും എന്ന് പറ. അല്ലാതെ എന്താ ഇത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വലിച്ചഴിച്ച് കുറേ വീട്ടമ്മമാരെ ഇന്ന് ഇവിടെ വന്ന ആൾക്കാരെ കണ്ടല്ലോ. ഞങ്ങൾക്ക് കേരളം മനസാക്ഷിയുള്ള എല്ലാവരും ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴും പറയുന്നത് ഇതാണ്, നിങ്ങൾ ജയിച്ചിട്ടേ വരാവുള്ളൂ, ഞങ്ങളൊപ്പമുണ്ടെന്ന്. ജനങ്ങളാണ് ഞങ്ങളോടൊപ്പം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ട് നമ്മളെ മന്ത്രിമാർക്ക് മനസ്സിലാകുന്നില്ല? ഞങ്ങൾ ഈ തുല്യരായി ഞങ്ങളിങ്ങനെ ആധികാരികമായി സംസാരിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ നേതാക്കന്മാരെ പോലെ സംസാരിക്കാനൊന്നും ഈ പാവപ്പെട്ട ആശമാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മന്ത്രിമാരെയും ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരെയൊക്കെ ഗുരുതുല്യരായി കരുതുന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളോട് എന്താ ഇവർ കാണിക്കുന്നത്? അറിയത്തില്ല സാർ, എനിക്കത് കൂടുതലായിട്ടൊന്നും പറയാനും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ വിഷമങ്ങൾ, ഞങ്ങൾക്ക് സാലറി, ഞങ്ങൾക്ക് ഈ ഓണറേറിയോ ആണെങ്കിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണെങ്കിലും ഞങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കൂ. അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടാളും ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്തു തരാൻ പറ്റുന്നതെന്ന് ചെയ്തു തരൂ. ഞങ്ങളെ ഇതൊന്ന് സെറ്റിൽ ചെയ്യൂ. ഞങ്ങൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാ, വയസ്സായ അച്ഛനും അമ്മമാരും. അതിനേക്കാൾ ഉപരി ഫീൽഡ് തലത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഞങ്ങളെ പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയറിലായിരുന്നാലും അമ്മമാരായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും കൗമാരപ്രായക്കാരായിരുന്നാലും ഒരുപാട് കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ദയവായി ഇതിനൊന്ന് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കൂ. ഇതേ എനിക്ക് പറയാനുള്ളൂ. ആശ എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ എത്ര തരുന്നു എന്ന് പറഞ്ഞാൽ 20 തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു 20,000 രൂപ കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒന്നും കൊണ്ടുവന്ന് ബാങ്കിലിടാനോ അവിടെ ഇടാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ തന്നെ നികുതിയായിട്ട് പകുതിയും വരുന്നുണ്ട്. ഒരു സോപ്പ് വാങ്ങുന്നു, അരി വാങ്ങുന്നു, തുണി വാങ്ങുന്നു, ഇതെല്ലാം കുറേ നിങ്ങളുടെ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ മനസ്സിലാക്കൂ. സാധാരണ വീട്ടമ്മയുടെ ഒരു വേദനയിലാണ്. ഞാൻ വീട് മൊത്തം നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഞങ്ങളെ ഭാഗത്ത് വന്ന് എന്താണെന്ന് ചിന്തിക്കൂ. നിങ്ങളിത് പാർട്ടി വലിച്ചിടാനോ കേന്ദ്രത്തിലോട്ടോ സംസ്ഥാനത്തിലോട്ടോ ഒന്നും വലിച്ചിടാതെ ഒരു കൂട്ടായി ഒന്ന് ചിന്തിക്കൂ. ഇത്രയും ദിവസമായില്ലേ, ഒന്ന് ചിന്തിച്ച് ഞങ്ങളെ പറഞ്ഞയക്കൂ. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ.